ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ക്രിസ്തുവിൻ്റെ ഉത്ഥാന പെരുന്നാളിൻ്റെ സന്തോഷത്തിലാണ് ക്രൈസ്തവ സഭ മുഴുവനും. ക്രിസ്തു ഉത്ഥിതനായിരിക്കുന്നു എന്ന പരമസത്യം പ്രഘോഷിക്കുക, പരിപാലിക്കുക എന്നത് ഒരു ക്രൈസ്തവനെ സംബന്ധിച്ച് അതീവ സന്തോഷത്തിൻ്റെയും തികഞ്ഞ ആത്മീയതയുടെയും പൂർണ്ണ അനുഭവമാണ്. ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനമാണ്. ക്രൈസ്തവൻ്റെ ജീവിതവും ജീവിതത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്നതായ എല്ലാ പ്രമാണങ്ങളും ക്രിസ്തുവിൻ്റെ ഉയർപ്പിലാണ് രൂഢമൂലമായിരിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ ഐഹിക ജീവിതത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും സമ്പൂർണത നിലകൊള്ളുന്നതും തൻ്റെ പുനരുത്ഥാനത്തിലാണ്. ലോകത്തിലുള്ള എല്ലാ സഭകളും അവരവരുടെ ഭാഷകളിലും രീതികളിലും ഉത്ഥാനത്തിൻ്റെ സത്യത്തെ പ്രഘോഷിക്കുന്നു. ക്രിസ്തോ റിസോർത്തോ, വെറിത്ത റിസോർത്തോ എന്ന ലാറ്റിൻ ഭാഷയിലും, ക്രിസ്തോസ് അനസ്തീസ്, അലീത്തോസ് അനസ്തീസ് എന്ന യവനായ ഭാഷയിലും, മിഷീഹോ കോം, ഷാരീറോ ഖോം എന്ന അറമായ സുറിയാനി ഭാഷയിലും ക്രിസ്തു ഉയർത്തു, സത്യമായും അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് നമ്മുടെ ഭാഷയിലും ഒക്കെ, അങ്ങനെ വിവിധ ഭാഷകളിൽ ഈ സത്യം ഉദ്ഘോഷിക്കുന്ന സമയമാണ്. ഉയർപ്പ് കഴിഞ്ഞാൽ പെന്തക്കോസ്തി പെരുന്നാൾ വരെ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെക്കുറിച്ച് പ്രഖ്യാപിക്കണം എന്നുള്ളതാണ് സഭാപിതാക്കന്മാർ നമുക്ക് കൽപ്പിച്ചു തന്നിരിക്കുന്ന നിയമം. നമ്മുടെ സഭയെ സംബന്ധിച്ചിടത്തോളം ഉയർപ്പ് പെരുന്നാൾ പെരുന്നാളുകളുടെ പെരുന്നാളാണ്. പെരുന്നാളുകളുടെ ആദ്യ ജാതനാണ്. ഉത്ഥാന പെരുന്നാളിൻ്റെ അടിസ്ഥാനത്തിലാണ് സഭയുടെ ജീവനും ജീവിതവും നിലനിൽക്കുന്നത്. സഭയിലെ മറ്റെല്ലാ പെരുന്നാളുകളും ഏതിലടിസ്ഥാനപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരേ ഒരു ഉത്തരമുള്ളൂ: ഇറ്റ് ഈസ് ദ റിസറക്ഷൻ ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിൽ അടിസ്ഥാനപ്പെടുത്തിയാണ് എല്ലാ പെരുന്നാളുകളെയും ക്രമീകരിച്ചിരിക്കുന്നത്. യേശു ക്രിസ്തു പരമ ബലിയാണ്. ബലി അർപ്പിക്കുന്നവനും യേശു ക്രിസ്തു തന്നെയാണ്. ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ പിന്തുടർച്ച എന്ന നിലയിൽ സഭ ക്രിസ്തുവിൻ്റെ ശരീരം എന്ന നിലയിൽ തന്നെ ഈ ബലിയിലും സജീവമായി പങ്കാളിയാകുന്നു. ക്രിസ്തു ബലിയും ബലിവസ്തുവും ബലിപീഠവും ഒക്കെ ആയിരിക്കുന്നത് പോലെ തന്നെ കർത്താവിൻ്റെ ഉത്ഥാനത്തിലും മറ്റ് മനുഷ്യാവതാര ശുശ്രൂഷകളിലും സഭ പങ്കെടുക്കുന്നതിലൂടെ സഭയും ബലിപീഠവും ബലിവസ്തുവും ഒക്കെ ആയി മാറുകയാണ്. യേശുക്രിസ്തു ദൈവപുത്രൻ എന്ന ഉറപ്പിനായി പിതാവായ ദൈവം നൽകുന്ന ആമേൻ അഥവാ അംഗീകാരമാണ് ക്രിസ്തുവിൻ്റെ ഉയർപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ക്രിസ്തുവിൻ്റെ ഉയർപ്പ് നൽകുന്ന അനുഭവം അത് വാക്കുകളുടെ സീമകൾക്ക് അതീതമായിരിക്കുന്നതും യാഥാർത്ഥ്യത്തിൻ്റെ അത്ഭുത പ്രതിഭാസവുമായ ഒരു മർമ്മമാണ്. ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തിയും അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് പ്രവേശിക്കുന്നു. മരണത്തിൽ നിന്ന് ജീവനിലേക്കുള്ള ഒരു പ്രവേശനമാണത്.
മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ജീവനിൽ നിന്ന് തന്നെയുള്ള ജീവനിലേക്കുള്ള പ്രവേശനമാണ്. ഈ ഭൂമിയിൽ നാം സാധാരണ മനുഷ്യരെ പോലെ ജീവിക്കുമ്പോൾ അങ്ങനെയുള്ള ഒരു ജീവനിൽ നിന്നും ക്രിസ്തുവിൻ്റെ ജീവനിലേക്കുള്ള ഒരു പ്രവേശനമായി നാം ഉത്ഥാന പെരുന്നാളിനെ കാണണം. മരണത്തിന് ഇനി സ്ഥാനമില്ല. മരണത്തിന് നമ്മുടെ മേൽ വാഴുവാനായി ഇനി അധികാരവും ഇല്ല. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അവൻ എന്നും ജീവിക്കുന്നു. ഇതൊരു വലിയ തത്വചിന്തയായോ ഒഴിഞ്ഞ കല്ലറയുടെയോ ആദ്യകാല സാക്ഷികളുടെ സാക്ഷ്യത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ നിശ്ചയിക്കേണ്ടതായ ഒരു ദൈവശാസ്ത്രമോ ആയോ നാം കണക്കാക്കേണ്ടതില്ല. പിന്നെയോ ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ നമ്മുടെ ഹൃദയങ്ങളിൽ പ്രവേശിച്ച് ഹൃദയങ്ങളെ ഉദ്ദീപിപ്പിക്കുന്ന ഒരു വലിയ ആധ്യാത്മിക യാഥാർത്ഥ്യ അനുഭവമായിട്ട് വേണം ഇതിനെ കാണുവാൻ. യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പ് എന്ന ദിവ്യപ്രകാശം നമുക്ക് പുതുജീവനും പുതിയ ദർശനവും നൽകുന്നു. എന്തെന്നാൽ അവിടെ മരണം ജീവന് കീഴ്പ്പെട്ടിരിക്കുന്നു. മരണഭീതിയിൽ നാം ആകുലരാകേണ്ടതുമില്ല എന്നർത്ഥം. ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം സർവ്വസൃഷ്ടിക്കും ഉന്മേഷവും ആനന്ദവും നൽകുന്ന പുതിയ ദൗത്യത്തിലേക്കുള്ള ഒരു വിളിയാണ്. ദരിദ്രരും അടിച്ചമർത്തപ്പെട്ടവരും നീതി നിഷേധിക്കപ്പെട്ടവരുമായ ആരും തന്നെ സൃഷ്ടപ്രപഞ്ചത്തിൽ ഇനി മേലാലും ഉണ്ടായിരിക്കുവാൻ പാടില്ല എന്ന ഒരു വലിയ മുന്നറിയിപ്പാണ് യേശുക്രിസ്തുവിൻ്റെ ഉത്ഥാനം നമുക്ക് നൽകുന്നത്. നമ്മുടെ സമൂഹത്തിൽ നാം കാണുന്നതായ അനുഭവിക്കുന്നതായ ആക്രമണങ്ങൾ, പ്രകൃതിക്ഷോഭങ്ങൾ, പരസ്പര വിദ്വേഷം, കുൽസിത പ്രവൃത്തികൾ ഇവയൊന്നും തന്നെ ആത്യന്തികവും അവസാനവുമല്ല. അവസാനം ക്രിസ്തു തന്നെയാണ്. അന്തിമ വിജയവും ക്രിസ്തുവിലാണ്. മധ്യപൂർവ ദേശങ്ങളിലെ സംഘർഷങ്ങളും ജപ്പാനിലും അതുപോലെ മറ്റു പല പ്രദേശങ്ങളിലും ഉണ്ടായ പ്രകൃതി ദുരന്തങ്ങളും ആണവ ദുരന്തങ്ങളും ഒക്കെ നമുക്ക് ചില മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്. ദൈവം സൃഷ്ടിച്ച പ്രകൃതിയോട് താതാത്മ്യപ്പെട്ട് താളം ക്രമപ്പെടുത്തി ജീവിക്കാനുള്ള ഒരു വിളി നമുക്കുണ്ട് എന്നതാണ് പ്രധാന മുന്നറിയിപ്പ്. ഈ മുന്നറിയിപ്പ് തന്നെ യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനവും നമുക്ക് നൽകുകയാണ്. പുനരുത്ഥാന പെരുന്നാളിൻ്റെ ആഹ്ലാദ ആരവങ്ങൾക്കിടയിൽ നാം ഓർക്കപ്പെടേണ്ട മറ്റൊരു വസ്തുതയാണ് പ്രകൃതി ദുരന്തങ്ങളിലും മറ്റു പല രീതിയിലും വേദന അനുഭവിക്കുന്ന ജനങ്ങളെ പ്രാർത്ഥനയിൽ ഓർക്കുക എന്നത്. അവരെ സഹായിക്കുവാൻ വേണ്ടതായ ക്രമീകരണങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക എന്നത് ഇവിടെ പ്രത്യേകമായി ചിന്തിക്കേണ്ട വിഷയമാണ്. ക്രിസ്തുവിലൂടെ സമാധാനത്തിൻ്റെയും നീതിയുടെയും സ്നേഹത്തിൻ്റെയും താളാത്മക സമുന്നയം സമൂഹത്തിൽ സൃഷ്ടിക്കുമ്പോൾ ഉത്ഥാന പെരുന്നാളിന് അർത്ഥമുണ്ടാകുന്നു. യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പ് നമ്മെ ഈ താളത്തിലേക്കാണ് നയിക്കുന്നത്. സങ്കുചിത മനസ്ഥിതിയുള്ള ആളുകൾക്ക് ഉത്ഥാന പെരുന്നാളിൻ്റെ യഥാർത്ഥമായ അർത്ഥം മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്നത് സംശയമാണ്. യഹൂദമതത്തിൽ സംഭവിച്ചതും അതുതന്നെയാണ്. ഹോശാന 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 എന്ന് ജയ് വിളിച്ച ജനം അധിക നാളുകൾ കഴിയുന്നതിന് മുമ്പ് തന്നെ ഇവനെ ക്രൂശിക്ക 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 എന്ന അട്ടഹസിച്ച് പറഞ്ഞ ചരിത്രമാണുള്ളത്. ജീവനാഥൻ്റെ ജീവശ്വാസം നിലച്ചു കഴിഞ്ഞപ്പോഴാണ് അവരുടെ ആക്രോശം അവർ നിർത്തിയത്. ക്രിസ്ത്യാനികളെന്ന് അഭിമാനിക്കുന്ന നാമും കാലമാകുന്ന വള്ളത്തിൽ കയറി ഒഴുക്കിൻ്റെയും ആരവങ്ങളുടെയും പിന്നാലെ നീങ്ങിപ്പോകുന്നതായ അവസ്ഥയാണ് ഇന്ന് പലയിടങ്ങളിലും കാണുന്നത്. ക്രിസ്ത്യാനികൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് വ്യത്യസ്തരായി ജീവിക്കുന്നതിന് വേണ്ടിയാണ്. കാരണം ക്രിസ്ത്യാനികളുടെ നാഥനായ ക്രിസ്തു വ്യത്യസ്തനാണ്. ആയിരുന്ന സമൂഹത്തിൽ ഒരു വ്യത്യസ്തനായി നിലകൊള്ളുകയും സമൂഹത്തിൻ്റെ കറകളെ തുടച്ചു കളയാനായി ദൈവവും മനുഷ്യനും എന്ന നിലയിൽ ഒരുപോലെ പ്രവർത്തിക്കുകയും ചെയ്ത ഒരു വ്യക്തിത്വമാണ്
ക്രിസ്തുവിൻ്റെ വ്യത്യസ്ത വ്യക്തിത്വം. സമൂഹത്തിന് മുൻപാകെ ക്രിസ്തുവിനെ പകർന്നു കൊടുക്കുവാനായി വ്യത്യസ്തരെന്ന രീതിയിൽ തന്നെ വിളിക്കപ്പെട്ടിരിക്കുന്ന നാം യേശുക്രിസ്തുവിൻ്റെ വസ്ത്രത്തിൻ്റെ തുമ്പിൻ്റെ അഗ്രത്തിൽ പോലും വിരലുകൊണ്ട് തൊടുവാനായി ശ്രമിക്കാത്തത് ദയനീയമെന്നല്ലാതെ മറ്റൊരു വാക്കും ഉപയോഗിക്കുവാനായിട്ട് നിവൃത്തിയില്ല. പക്ഷേ യേശുക്രിസ്തുവിൻ്റെ ഉത്ഥാനം ഇങ്ങനെയുള്ളതായ സങ്കടകരമായ അവസ്ഥകൾക്കും അതീതമായി നിൽക്കുന്ന പ്രത്യാശ നമുക്ക് നൽകുന്നുണ്ട് എന്നതും ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. അന്ധകാരത്തിൽ നമുക്ക് കണ്ടെത്താവുന്ന പ്രകാശത്തിൻ്റെ വലിയ തിരിയാണ് ക്രിസ്തുവിൻ്റെ ഉത്ഥാനം. പാരാവാരത്തിൽ നമുക്ക് ആശ്വാസം പകരുന്ന വലിയ ഒരു ദ്വീപാണത്. ക്രിസ്തുവിൻ്റെ ഉത്ഥാനം നമുക്ക് നൽകുന്ന പ്രധാനപ്പെട്ട ചിന്ത സ്നേഹത്തിൻ്റെതാണ്. യേശുക്രിസ്തു സ്നേഹമാണ് പകർന്ന് തന്നത് എന്ന്, സ്നേഹമാണ് തൻ്റെ ജീവിതത്തിലൂടെ പ്രകടിപ്പിച്ചതെന്ന്, യേശുക്രിസ്തു തന്നെ സ്നേഹമാകുന്നു എന്ന് പഠിക്കുവാനായി സഹായിക്കുന്ന ഒന്നാണ് ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം. ക്രൂശിലൂടെ സ്നേഹത്തെ പ്രകടമാക്കിയവൻ ഉത്ഥാനത്തിലൂടെ സ്നേഹത്തിൻ്റെ പൂർത്തീകരണത്തെ നമ്മിലേക്ക് വ്യാപിപ്പിക്കുന്നു. ബീറ്റിൽസിൻ്റെ പഴയ പാട്ട് പോലെ ഓൾ യു നീഡ് ഈസ് ലവ്. ഉയർപ്പിൻ്റെ ക്ഷണം സ്നേഹത്തിൻ്റെ ക്ഷണമാണ്, സ്നേഹത്തിലേക്കുള്ള ക്ഷണവുമാണ്. സ്വാർത്ഥതയില്ലാതെ പങ്കിടപ്പെടുന്ന ദിവ്യസ്നേഹം, അതിനാണ് ക്രൈസ്തവ ഭാഷയിൽ അഗാപ്പെ എന്ന് പേര് വിളിക്കുന്നത്. ഉയർപ്പ് ശുഭപ്രതീക്ഷയുടെ കൊടിയേറ്റമാണ്. സമാധാനത്തിൻ്റെയും വെണ്മയുടെയും മാറ്റത്തിൻ്റെയും തുടിപ്പും സമൃദ്ധിയുടെ ആത്മീയ ജീവനും എല്ലാം ഇടകലർന്ന ഉയർപ്പിൻ്റെ സന്ദേശം നമ്മുടെ ഹൃദയങ്ങളിൽ അനുസ്യൂതം നിറയട്ടെ. നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും നേരുന്നു. ദൈവം എല്ലാവരെയും, ഗ്രിഗോറിയൻ ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്തുവിൻ്റെ ഉത്ഥാന പെരുന്നാൾ നൽകുന്ന സമാധാന ആശംസകളും അനുഗ്രഹങ്ങളും നേരുന്നു. യൂഹാനൻ മാർ ദിയോസ്കോറോസ് മെത്രാപ്പോലിത്ത, മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ, മദ്രാസ് ഭദ്രാസനം.